സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ആഹ്ലാദം പകരുന്ന ഒരു പ്രഖ്യാപനവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്രിസ്മസ് അവധിക്കാല ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. സ്കൂളുകൾ അടയ്ക്കുന്ന തീയതി ഒരു ദിവസം കൂടി നീട്ടിയതോടെ ഈ വർഷത്തെ ക്രിസ്മസ് അവധി പതിവിലും കൂടുതലായി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങി. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയതനുസരിച്ച് വിദ്യാർത്ഥികൾ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള ആവേശത്തിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്നത്. സ്കൂളുകൾ അടയ്ക്കുന്നത് ഡിസംബർ 23-നാണ്. ഈ ദിവസത്തിന് ശേഷമാണ് അവധി പ്രാബല്യത്തിൽ വരിക. അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നത് ജനുവരി 5-നായിരിക്കും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ 12 ദിവസത്തെ അവധിയാണ് കുട്ടികൾക്ക് ലഭിക്കുക. സാധാരണ വർഷങ്ങളിൽ ക്രിസ്മസ് അവധി 10 ദിവസമാണ് ഉണ്ടായിരിക്കുക. ഈ 2 ദിവസത്തെ അധിക അവധി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അധ്യയന വർഷത്തിന്റെ തിരക്കിനിടയിൽ കുടുംബത്തിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും യാത്രകൾ ചെയ്യാനും ആഘോഷങ്ങളിൽ സജീവമാകാനും ഈ അധിക ദിനങ്ങൾ സഹായകമാകും. ക്രിസ്മസ് അവധിക്കാലത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കുട്ടികളുടെയും അധ്യാപകരുടെയും ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചുള്ളതാണ്. വർഷാവസാനം വരുന്ന ഉത്സവകാലമായതിനാൽ കുട്ടികൾക്ക് മാനസികോല്ലാസം നൽകുന്നതിനും അടുത്ത അധ്യയന പാദത്തിലേക്ക് പുതിയ ഊർജം സംഭരിക്കുന്നതിനും ഈ അവധി അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അർദ്ധവാർഷിക പരീക്ഷയുടെ സമ്മർദ്ദത്തിന് ശേഷമാണ് ഈ അവധി ലഭിക്കുന്നത് എന്നതിനാൽ ഈ സമയത്തെ മാനസിക വിശ്രമം പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നീക്കം അക്കാദമിക് കലണ്ടറിലെ മാറ്റങ്ങളോടുള്ള സർക്കാരിന്റെ ക്രിയാത്മകമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ക്ഷേമം, സാമൂഹികവും സാംസ്കാരികവുമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഇത്തരമൊരു പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഈ അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനും വായന പോലുള്ള ശീലങ്ങളിൽ മുഴുകാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും. സാധാരണഗതിയിൽ പരീക്ഷാ കാലയളവ് നീണ്ടുപോവുകയോ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് അവധി ദിനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താറുള്ളത്. എന്നാൽ ഇത്തവണ കൂടുതൽ അവധി അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നടപടിയാണ്. ഡിസംബർ 23-ന് സ്കൂൾ അടയ്ക്കുമ്പോൾ ഈ ദിവസത്തെ അധ്യയനം സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണ അക്കാദമിക് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും പരീക്ഷാ ഫലങ്ങൾ അവലോകനം ചെയ്യാനും അവധിക്കാല ഹോംവർക്കുകൾ നൽകാനും ഈ ദിവസം ഉപയോഗപ്പെടുത്തും. ജനുവരി 5-ന് സ്കൂളുകൾ തുറക്കുമ്പോൾ പുതിയ അധ്യയന പാദത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. അവധി നീട്ടിയത് സംബന്ധിച്ച് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അനുകൂല പ്രതികരണങ്ങളാണ് ഉയരുന്നത്. സാധാരണ ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ട അവസ്ഥ ഒഴിവായത് രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയുള്ള ഈ 12 ദിവസത്തെ അവധിക്കാലം ദൂരയാത്രകൾക്ക് പദ്ധതിയിടുന്ന കുടുംബങ്ങൾക്കും നാട്ടിലെത്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും കൂടുതൽ സൗകര്യപ്രദമാകും. വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് സ്കൂളുകൾ കൃത്യസമയത്ത് അധ്യയന ദിനങ്ങൾ പൂർത്തിയാക്കണമെന്ന നിബന്ധന നിലനിൽക്കെ ഈ അധിക അവധി എങ്ങനെയാണ് അക്കാദമിക് സമയത്തെ ബാധിക്കുക എന്നതിനെ കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ മൊത്തം അധ്യയന ദിനങ്ങളുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മറ്റു പൊതു അവധി ദിനങ്ങളോ ശനിയാഴ്ചകളോ ക്ലാസുകൾക്കായി പ്രയോജനപ്പെടുത്താനും പാഠഭാഗങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനും സാധിക്കുന്ന തരത്തിലാണ് അധ്യയന പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിക അവധി അക്കാദമിക് നിലവാരത്തെ ദോഷകരമായി ബാധിക്കില്ലെന്നും ഉറപ്പാണ്. അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ക്രിയാത്മകമായി സമയം ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകൾ ആസൂത്രണം ചെയ്യണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. മൊബൈൽ ഫോണുകളിലും ഓൺലൈൻ ഗെയിമുകളിലും സമയം ചെലവഴിക്കുന്നതിന് പകരം വായനാശീലം പ്രോത്സാഹിപ്പിക്കാനും കലാപരമായ കഴിവുകൾക്ക് രൂപം നൽകാനും കഴിയുന്ന ഹോംവർക്കുകൾ നൽകുന്നതും ഗുണകരമാകും. ക്രിസ്മസ് കരോളുകൾ, പ്രാദേശിക കായിക മത്സരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം കുട്ടികൾക്ക് പങ്കെടുക്കാൻ ഈ സമയം സഹായകമാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാർത്ഥി സൗഹൃദപരമായ സമീപനം നിലനിർത്തുന്നു എന്നതിന്റെ സൂചനയാണ്. ക്രിസ്മസ് അവധിക്കാലം കൂടുതൽ സന്തോഷകരവും ഉന്മേഷകരവുമാക്കാൻ ഈ മാറ്റം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും രക്ഷിതാക്കളും. ജനുവരി 5-ന് സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ പുതിയ ഊർജ്ജസ്വലതയോടെ ക്ലാസ് മുറികൾ സജീവമാകുമെന്നും പ്രതീക്ഷിക്കുന്നു.